നിധിയുടെ ഫോണും അനോണിമസ് കോൾ വന്ന് 333 അവസാനിക്കുന്ന ഫോണും രണ്ടും ഇപ്പൊ സ്വിച്ച് ഓഫാ. അനോണിമസ് കോൾ വന്ന നമ്പർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് മലപ്പുറം റീജിയനിലുള്ള ഒരു ലേഡിയുടെ നമ്പറാ. ഫേക്കാവാനാണ് സാധ്യത. ഗൗതം ടെൻഷൻ ആവാതിരിക്കൂ. ഇതില് ഏതെങ്കിലും ഒരു നമ്പർ ഓൺ ആവാതിരിക്കില്ല. സ്പോട്ടിലെ സൈബർ വിങ്ങിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഏത് രാത്രി ആയാലും നമുക്ക് തപ്പിപ്പിടിക്കാം. എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് പോലും അറിയാൻ പറ്റുന്നില്ലല്ലോ മാഡം. ഈ രാത്രിയിൽ അവൾ എവിടെയായിരിക്കും എന്തോ, എന്ത് ചെയ്യായിരിക്കും? അവളിനി ഇവിടുന്ന് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ? അങ്ങനെയൊന്നും പേടിക്കാതിരിക്കാമേ. വിവരം അറിഞ്ഞ ആ സമയത്ത് തന്നെ നമ്മൾ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അലേർട്ട് കൊടുത്തില്ലേ? ദേ, അങ്ങനെ നിസ്സാരമായിട്ടൊന്നും ഒരാളെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നിധി ഇപ്പൊ ഈ സിറ്റി ഏരിയയിൽ തന്നെ എവിടെയെങ്കിലും കാണുമെന്നാണോ മായ പറയുന്നത്? 90% അതിനാണ് ഗൗതം സാധ്യത. എന്തായാലും നമ്മളിന്ന് വെയിറ്റ് ചെയ്തേ പറ്റൂ. ഗൗതം, ഞാനെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ. എന്റെ വിവരം കിട്ടിയാലും ഞാൻ സ്പോട്ടിലെത്തിക്കോളാം. എന്താ അത് പോരെ? ശരി എന്നാ. ഇനിയിപ്പം എന്ത് ചെയ്യും നമ്മള്? നിധിമോക്ക് എന്ത് പറ്റിയതാ? എനിക്കാകെ പേടിയാവുന്നു. ആന്റി, വളഞ്ഞു പിടിച്ചുള്ള അന്വേഷണം. എന്തായാലും ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ടാവണമല്ലോ. കേരള പോലീസ് അത്ര നിസ്സാരക്കാരല്ല. നിധി ചത്തൂന്ന് കേൾക്കാനുള്ള കൊതിയേക്കാൾ എനിക്കിപ്പോ ഉണ്ടാവുന്നത് അത് ചെയ്തത് ആരാന്നറിയാനുള്ള ആകാംക്ഷയാ. എന്തായാലും ചിലരൊക്കെ കുടുങ്ങും. നീ വന്നേ, വാ. എന്തിനാ നിർമ്മല ഇനി ഇതിവിടെ വെച്ചേക്കുന്നത്? ഈ ഇലകളൊക്കെ എടുത്ത് വേസ്റ്റ് കൊണ്ട് കളഞ്ഞേക്ക്. ഏട്ടാ, ഏട്ടൻ ടെൻഷൻ ആവാണ്ടിരിക്കെ. നിധി ചേച്ചിക്കൊന്നും സംഭവിക്കില്ല. എല്ലാം ഒതുക്കിക്കോട്ടെ. ബാക്കിയുള്ളതെടുത്ത് ഫ്രിഡ്ജ് വെക്കാം. എല്ലാം ഫ്രിഡ്ജ് വെച്ചേക്ക്. എന്തിനാ എല്ലായിടത്തും ഫ്രിഡ്ജിൽ വെക്കുന്നത്? നിങ്ങളൊക്കെ പട്ടിണി കിടക്കുന്നതിന് കാരണം ഉണ്ടായിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള ഒരു പ്രോബ്ലവും നിലവിൽ എനിക്കില്ല. എന്താ ശിവാനി, നിനക്കും ഭക്ഷണം വേണ്ടാന്നുണ്ടോ? വേണ്ടെങ്കിൽ കഴിക്കണ്ട. എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. ആന്റി വാ, നമുക്ക് കഴിക്കാം. വാ വാ. അതെ, ഇത് നമുക്കൊന്നങ്ങ് ആഘോഷാലോ ആന്റി. ഇന്നത്തെ അത്താഴം ഇലയിട്ട് തന്നെ ആയിക്കോട്ടെ. എന്താ? ആയിക്കോട്ടെ, ഒട്ടും കുറയ്ക്കണ്ട. നീ ഇലയെടുക്ക്. എന്താടി ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നേ? സർവ്വ ഐറ്റംസും ഇട്ട് ഇലയും ഇട്ട് വിളമ്പിക്കോ. മനസ്സമാധാനമായിട്ട് ഞങ്ങളൊന്ന് കഴിക്കട്ടെ. പപ്പടം ഇതെന്താ നോക്കട്ടെ. സാർ ഓടിവാ, കള്ളൻ കള്ളൻ, അയ്യോ ഓടിവാ, കള്ളൻ കള്ളൻ, സാർ
അമ്മേ എന്താ security എന്താ പ്രശ്നം? സെക്യൂരിറ്റി ആണ് ബഹളം വെക്കുന്നത്. സാർ വേഗം വാ. സെക്യൂരിറ്റി ആണ് ബഹളം വെക്കുന്നത്. എവിടെ? കള്ളൻ കള്ളൻ സാർ ഓടിവാ. സാർ കള്ളൻ വേഗം വാ. സാർ സാർ, സാർ. അയ്യോ നിൽക്കണം. മോനെ നീ വേഗം മായ മാഡത്തിനെ വിളിച്ച് കാര്യം പറ. ഹലോ ഗൗതം. മായ, ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി. ഒരുത്തൻ വീടിന്റെ മതിലെ അടിക്കിടന്ന് അകത്ത് വന്നു. സെക്യൂരിറ്റി പിടിച്ചു വെച്ചതാ. പക്ഷെ കയ്യിൽ നിന്ന് മിസ്സായി, രക്ഷപ്പെട്ടു കളഞ്ഞു. മുഖം കാണാൻ പറ്റില്ലേ ഗൗതം? ഇല്ല, മുഖം മൂടി വെച്ചേക്കായിരുന്നു. ബൈക്കിന്റെ നമ്പർ ഒന്നും കാണാൻ പറ്റിയില്ല. മായ ഇപ്പം എവിടെ എത്തി? ഒരു കാര്യം ചെയ്യ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ തിരിച്ചങ്ങോട്ട് വരാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ശരി മായ, ഒന്ന് വേഗം വാ. എന്താ പ്രശ്നമുണ്ട്? നോ പ്രോബ്ലം, ഞാൻ വരാം. ഓക്കെ. വന്ന് മനസമാധാനത്തോടെ ഈ വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. അവൾ എന്ന് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാ. അവൾ ഉണ്ടെങ്കിലും സമാധാനം തരില്ല, പോയി കിട്ടിയാലും സമാധാനമില്ല. ഒന്ന് നിർത്തോ. അമ്മയാണ് മോനാണെന്ന് പറഞ്ഞ് അഭിനയിച്ചാൽ മാത്രം പോരാ, അതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത വേണം. നിധിയോട് സ്നേഹം കാണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളെ ഞാൻ അമ്മയെന്ന് വിളിക്കുന്നതല്ലേ.